ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് ചെമ്പകമംഗലമാണ്. നന്ദിനിയെക്കുറിച്ച് ഓർത്തിട്ടാണ് എനിക്കിപ്പോൾ എൻ്റെ ആദ്യം മുഴുവനും. ഒരു ഭാഗത്ത് അമ്മ, ഒരു ഭാഗത്ത് നീ. അവള് ശരിക്കും വിഷമം അനുഭവിക്കുന്നുണ്ട്. എത്രയും പെട്ടെന്ന് എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. ഇനിയും കൈയും കെട്ടി നിന്നിട്ട് ഒരു കാര്യവുമില്ലെന്നും കൈമള് പറയുന്നു. ഇതൊക്കെ കേട്ട് വിഷമത്തോടെ നിൽക്കുകയാണ് ജയറാം. പിന്നീട് കാണിക്കുന്നത് കൈമള് രാജലക്ഷ്മി അമ്മയുടെ അടുത്തേക്ക് ചെല്ലുന്നതാണ്. എനിക്ക് നിന്നോട് പതിവ് പോലെ തന്നെ ഒരു കാര്യമാണ് പറയാനുള്ളത്. എൻ്റെ മകനായിരുന്നവൻ്റെ കാര്യമായിരിക്കും കൈമളട്ടന് പറയാനുള്ളത്. അതെനിക്ക് കേൾക്കാൻ താല്പര്യമില്ലെന്ന് രാജലക്ഷ്മി അമ്മ പറയുന്നു. അവൻ നിന്റെ മകനല്ലേ രാജലക്ഷ്മി, നിനക്ക് അവനോടൊന്ന് ക്ഷമിച്ചൂടെ എന്ന് കൈമള ചോദിക്കുന്നു. ഒന്നും രണ്ടും കൊല്ലമല്ല, 18 കൊല്ലമാണ് അവൻ നമ്മളെ വിട്ട് മാറി നിന്നത്. നമ്മളെ മാത്രമാണോ, നന്ദിനിയെയും ഉപേക്ഷിച്ചിട്ടല്ലേ അവൻ പോയത്? അവൾ ഒരു അനാഥയാണെന്ന് അവൻ അറിയാമായിരുന്നതല്ലേ രാജലക്ഷ്മി. അവൻ എന്നിട്ട് തിരിച്ചു വന്നല്ലോ എന്ന് കൈമള പറയുമ്പോൾ, എപ്പോഴാ കൈമളേട്ടാ അവൻ തിരിച്ചു വന്നത്? അവൻ്റെ ഭാര്യ മാധുരി മരിച്ചു കഴിഞ്ഞപ്പോഴോ? അങ്ങനെ ആരുമില്ലാതായപ്പോഴാ അവൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഇനി കൈമളട്ടൻ എന്താണെങ്കിലും അവൻ്റെ കാര്യം എന്നോട് പറയണ്ട. ഗിരിക്കും നന്ദിനിക്കും പരസ്പരം ഇഷ്ടമാണെങ്കിൽ അവരുടെ വിവാഹം ഞാൻ തന്നെ നടത്തി കൊടുക്കുമെന്നും രാജലക്ഷ്മി പറയുന്നു. ഇത് കേട്ട് ഞെട്ടലോടെ നിൽക്കുകയാണ് കൈമൾ. നേരം രാത്രിയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയെയും കാർത്തിയെയുമാണ്. മീനാക്ഷി പറയുകയാണ്, ACP എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്നോട് പൊട്ടിത്തെറിക്കരുത്. നാളെ നമുക്ക് ഒരിടം വരെ പോകാനുണ്ട്. വൈശാഖും മൈഥിലിയുമുള്ള സ്ഥലം ഞാൻ കണ്ടെത്തിയിട്ടുണ്ട്. നാളെ രാവിലെ നമുക്ക് അവിടം വരെ പോകണമെന്നും മീനാക്ഷി പറയുമ്പോൾ, ഇത് കേട്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് കാർത്തി. നിനക്കറിയാമെങ്കിൽ നാളത്തേക്ക് മാറ്റിവെക്കുന്നത് എന്തിനാ, ഇപ്പൊ തന്നെ പോകാമെന്ന് കാർത്തി പറയുമ്പോൾ മീനാക്ഷി പറയുകയാണ്, ഇപ്പോഴേ പോകേണ്ട കാര്യമൊന്നുമില്ല. നാളെ രാവിലെ അങ്ങ് പോയാൽ മതി. എനിക്ക് എൻ്റെ നിരപരാധിത്വം എന്താണെങ്കിലും നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കണം. ഇത് കേൾക്കുന്ന കാർത്തി പറയുകയാണ്, അവരെ രണ്ടിനെയും എൻ്റെ കയ്യിൽ കിട്ടാതെ എന്താണെങ്കിലും നീ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന് ഞാൻ വിശ്വസിക്കാനേ പോകുന്നില്ല. നേരം പുലർച്ചെയാകുന്നു. പിന്നീട് കാണിക്കുന്നത് മീനാക്ഷിയും കാർത്തിയും മണിയമ്മയുടെ വീട്ടിലെത്തിയിരിക്കുന്നതാണ്. അവരുടെ മുറിയുടെ വാതിൽക്കൽ കൊണ്ടു ചെന്നിട്ട് മണിയമ്മ പറയുകയാണ്, മക്കളെ അവരുടെ ഇതിൻ്റെ അകത്താ ഉള്ളത്. തുടർന്ന് കാർത്തി കതകിൽ തട്ടുന്നുണ്ടെങ്കിലും ആരും കതക് തുറക്കുന്നില്ല. തുടർന്ന് മണിയമ്മയും അവരോട് കതക് തുറക്കാൻ പറയുന്നുണ്ടെങ്കിലും യാതൊരുവിധ പ്രതികരണവും ഉണ്ടാകുന്നില്ല. ഇത് കാണുന്ന കാർത്തി ദേഷ്യത്തോടെ കതക് തകർത്ത് അകത്തേക്ക് കയറുമ്പോൾ വൈശാഖും മൈഥിലിയും അവിടെ ഉണ്ടായിരുന്നില്ല. ചതിച്ചല്ലോ ഭഗവാനെ, അവൾ എവിടെ പോയാലും ഗുണം പിടിക്കാനേ പോകുന്നില്ല, ദുഷ്ട എന്ന് മണിയമ്മ പറയുമ്പോൾ, അവരെക്കുറിച്ച് എന്തെങ്കിലും വിവരം കിട്ടിയാൽ എന്നെ വിളിക്കാൻ പറഞ്ഞ് കാർത്തിയും കൂട്ടി മീനാക്ഷി അവിടെ നിന്നിറങ്ങുന്നു. നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുമെന്ന് ആരോ അവരെ അറിയിച്ചിട്ടുണ്ട്. എന്നാലും ആരായിരിക്കും അത് ചെയ്തതെന്ന് മീനാക്ഷി ചോദിക്കുമ്പോൾ കാർത്തി ദേഷ്യത്തോടെ അവിടെ നിന്ന് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് മൈഥിലിയെയും വൈശാഖിനെയുമാണ്. ഇങ്ങനെ ഓടി ഓടി എനിക്ക് മടുത്തെന്ന് മൈഥിലി പറയുമ്പോൾ, അവന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ അവൻ കൊന്നേനെയെന്ന് വൈശാഖ് പറയുന്നു. അതേസമയം വൈശാഖിന്റെ ഫോണിലേക്ക് മാലതി വിളിക്കുകയാണ്. നിങ്ങൾ സേഫ് ആണോ എന്ന് ചോദിക്കുമ്പോൾ, അതെ ഞങ്ങളൊരു ഹോട്ടലിലാണെന്ന് വൈശാഖ് പറയുന്നു. കൃത്യസമയത്ത് ചേച്ചി വിളിച്ചു പറഞ്ഞതുകൊണ്ടാ ഞങ്ങൾ രക്ഷപ്പെട്ടതെന്ന് വൈശാഖ് പറയുമ്പോൾ മാലതി പറയുകയാണ്, അവര് പറയുന്നത് ഞാൻ കേട്ടതുകൊണ്ട് മാത്രമാ നിങ്ങൾ രക്ഷപ്പെട്ടത്. മീനാക്ഷിയും കാർത്തിയും കൂടി മൈഥിലിയുടെയും വൈശാഖിന്റെയും കാര്യം സംസാരിക്കുന്നത് കേൾക്കുന്ന മാലതി രാത്രി തന്നെ മൈഥിലിയെയും വൈശാഖിനെയും വിളിച്ചു പറയുകയായിരുന്നു. അങ്ങനെയാണ് അവർ കാർത്തിയുടെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടത്. എന്താണെങ്കിലും നിങ്ങൾ സേഫായിട്ടിരിക്കാൻ പറഞ്ഞ് മാലതി കോള് കട്ട് ചെയ്യുമ്പോൾ അങ്ങോട്ടേക്ക് ജഗദീഷ് വരികയാണ്. നീ ആരോടാ ഇപ്പോൾ ഫോണിൽ സംസാരിച്ചതെന്ന് ജഗദീഷ് ചോദിക്കുമ്പോൾ, ആരുമില്ലെന്ന് മാലതി പറയുന്നു. ഈ കുടുംബത്തിലെ ആർക്കെങ്കിലും ഇട്ട് വേല വെക്കാനാണെങ്കിൽ നീ ഇനി ഇവിടെ ഉണ്ടാകില്ലെന്ന് പറഞ്ഞ് ജഗദീഷ് ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് ഗിരി നന്ദിനിക്ക് കാപ്പി ഇട്ടുകൊണ്ട് കൊടുക്കുന്നതാണ്. ദേവിയുടെ പുറകിലുള്ള ഇവന്റെ ശല്യം ഇന്ന് തന്നെ അവസാനിപ്പിക്കണമെന്ന് ജയറാം മനസ്സിൽ പറയുന്നു. ഗിരി എനിക്ക് വേണ്ടി എന്തുമാത്രമാ ബുദ്ധിമുട്ടുന്നതെന്ന് നന്ദിനി പറയുമ്പോൾ, അതിന് താനെനിക്ക് അന്യൊന്നുമല്ലല്ലോ എന്നും ഗിരി പറയുന്നു. ഇത് കേൾക്കുന്ന ജയറാം ദേഷ്യത്തോടെ ചോദിക്കുകയാണ്, നിങ്ങള് നന്ദിനിയുടെ ആരാ? ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അകന്നു പോയതാ ഞങ്ങള് എന്ന് കരുതി ദേവി എനിക്ക് അന്യൊന്നുമല്ല. ജയറാം, നിങ്ങൾ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. നിങ്ങൾ കരുതുന്ന പോലെ ഒരാളല്ല ഞാൻ എന്ന് ഗിരി പറയുമ്പോൾ, എന്താണെന്ന് ചോദിച്ചുകൊണ്ട് ദേഷ്യത്തോടെ രാജലക്ഷ്മി അമ്മ അങ്ങോട്ടേക്ക് വരുന്നു. നീ എന്തിനാ എൻ്റെ മകൾ ഉറങ്ങുന്ന മുറിയിലേക്ക് വന്നതെന്ന് ചോദിച്ച് ദേഷ്യത്തോടെ നിൽക്കുകയാണ് രാജലക്ഷ്മി അമ്മ. രാജലക്ഷ്മി അമ്മയുടെ ചോദ്യം കേട്ട് വിഷമത്തോടെ നിൽക്കുന്ന ജയറാമിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.